ഹേ ഗൈസ്, വെൽക്കം ടു കമലാച്ചീസ് കിച്ചൺ. നമുക്കിന്നൊരു അടിപൊളി കല്ലുമ്മക്കായ് ബിരിയാണി റെസിപ്പി കണ്ടാലോ? ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്ന അരി നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം കഴുകി വെക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കാഷ്യൂസും കിസ്മിസും ഒക്കെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വല്യുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഇതും എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും ഓണിയൻസും വേറൊരു പ്ലേറ്റിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് വേണ്ട സ്പൈസസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വല്യുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മളൊരു 4.5 ഗ്ലാസോളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ്സോളം നമ്മൾ വെച്ചതിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കല്ലുമ്മക്കായ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സോളം നമ്മളിതിനെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് വെന്ത് വന്നു കഴിയുമ്പം ഇതുപോലെ ഇതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഇതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി നമ്മൾ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വല്യുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയും. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളിയും പച്ചമുളകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വല്യുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനും തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റായി വന്നു കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ കാണിച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ടെടുക്കുന്നത്. അതും നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കല്ലുമ്മക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച വേവിച്ച കല്ലുമ്മക്കായല്ല, ഇത് പച്ചയർന്ന കല്ലുമ്മക്കായാണ്. നമ്മൾ ഈ പച്ചയർന്ന കല്ലുമ്മക്കായ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം മസാലയ്ക്ക് കുറച്ചും കൂടി ഫ്ലേവർ കൂടും. കല്ലുമ്മക്കായുടെ ഫ്ലേവർ കുറച്ചും കൂടി കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കാണിച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് കുറച്ച് നേരം മൂടി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ആക്കിയ കല്ലുമ്മക്കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സായിട്ട് നമ്മുടെ റൈസും മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ കുറച്ച് പുതിന മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന
വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസും ഒണിയനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് മസാല ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കല്ലുമ്മക്കായുടെ മസാല ഇതിൽ നന്നായിട്ട് നമ്മുടെ റൈസ് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. റൈസ് ചേർത്ത് കൊടുത്തു, അതിൻ്റെ പുറമെ മസാല, വീണ്ടും റൈസ്, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേളിൽ ഫൈനലായിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും ഓണിയൻസും പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്ത് ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാണ്. അതിനുശേഷം നമ്മളിതിനെ ഫൈനലായിട്ട് കുറച്ച് നേരം ദമ്മിനും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ് ബിരിയാണി ഇവിടെ റെഡിയാവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.